ഇവിടെ എന്തായാലും ഫ്രാൻസിസ് ജോർജ് MP എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമുക്കും അവിടേക്ക് ഒന്നെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താം. അശ്വതി, എന്തായാലും നിലവിൽ ഇതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുറത്തെടുത്ത ആ സ്ത്രീ മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കൃത്യമായ അന്വേഷണവും തുടർ നടപടികളും ആവശ്യമാണ്. സാർ, ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നൊരു ആരോപണം. കാരണം ആദ്യഘട്ടം മുതൽ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് SP യോടോ ആരോഗ്യമന്ത്രിയോടോ ചോദിക്കുമ്പോൾ പോലും അവർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയിരിക്കുന്നു. അപ്പം തന്നെ അതാണ് കാണിക്കുന്നത്. അതായത് ഒരു ഉത്തരവാദിത്വ ബോധം വേണ്ടേ. ഒരു അപകടം ഉണ്ടായാൽ നമ്മളെങ്ങനെയാണ് മുൻകൂട്ടി അതിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ വീഴ്ച വരുത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുണ്ട്, മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ സ്വാഭാവികം ഇത്ര തിരക്കുള്ള 7000-ഓളം രോഗികൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് അങ്ങനെയാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തിരക്കുള്ളപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ നമുക്കറിയാം. ഇത് വരുന്ന രോഗികളെ അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുമാണ്. സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഇത് പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള വിലക്ക് ആവശ്യമാണ്. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് മുൻകൂട്ടി കാണാൻ കഴിയണ്ടേ, ആരെങ്കിലും ഉണ്ടാകാം. അപ്പോൾ അത് നോക്കണ്ടേ നമ്മൾ. അതല്ലാതെ ഇല്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ച് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരാളുടെ മരണം ഉണ്ടായി എന്ന് പറയുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. എത്രയും വേഗം ഈ നടപടികൾ പുരോഗമിക്കും. വളരെ ദുർബലം അകത്തേറിയ പരിശോധിച്ച മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അതാണ് ഫ്രാൻസിസ് ജോർജ് MP, കോട്ടയം MP അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ അടക്കമുള്ള വീഴ്ചകൾ തന്നെ നേരത്തെ ആളുകൾ ചൂണ്ടിക്കാണിച്ച അതേ വീഴ്ചകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അശ്വതി ഒരല്പം പതുക്കെയുള്ള രക്ഷാപ്രവർത്തനം, അതായത് ഈ മണ്ണ് മാറ്റുന്നതിന് ഒരല്പം വേഗത കുറയുകയാണ്. കാരണം ഇതിപ്പോൾ താഴെ തട്ടിലുള്ള മണ്ണ്, കല്ല്, കട്ടകളൊക്കെ എടുത്ത് മാറ്റുന്ന സമയം അത് ഈ മുകൾ ഭാഗം ഒരല്പം ഇളകി വീഴാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഒരല്പം പതുക്കെ ആയിട്ടുള്ളത്. എന്തായാലും നേതാക്കളും പ്രവർത്തകരും മന്ത്രിമാർ നേരത്തെ ഇവിടെ വന്നിരുന്നു. നിലവിൽ ഇപ്പോൾ അവരിവിടെ ഇല്ല, അവർ ഇവിടെ നിന്ന് പോയിരുന്നു. എന്തായാലും അങ്ങനെ വലിയൊരു സംഘം ഇവിടെ രക്ഷാപ്രവർത്തനം ഉദ്യോഗസ്ഥർ, MLA മാർ, നേരത്തെ ചാണ്ടിയുമ്മനെ പോലുള്ള MLA മാരുണ്ടായിരുന്നു, മോഹൻ ജോസഫ് MLA ഉണ്ടായിരുന്നു, അങ്ങനെ വിവിധ ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതിനുള്ളിൽ ആളുകളില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം തന്നെ തുടരുന്നു. എന്തായാലും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു. ആ സ്ത്രീ ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ നിലവിൽ എന്തായാലും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ നിലവിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന വിവരമനുസരിച്ച് നിലവിൽ കൂടുതൽ ആരും ഉള്ളതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അശ്വതി, അതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ അപകട വാർത്ത വരുന്നത്. കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. അവിടെ 14-ാം വാർഡിലെ കെട്ടിടമാണ്. അവിടുത്തെ ശുചിമുറികൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് അധികൃതർ പറയുമ്പോഴും അവിടെ അതിനിടയിൽ ഒരാൾ കുടുങ്ങിയിരുന്നു. ആ പുറത്തെടുത്ത സ്ത്രീ മരിച്ചു എന്ന വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന രീതിയിലായിരുന്നു അധികൃതരുടെ, മന്ത്രിമാരുടെയൊക്കെ പ്രതികരണമെങ്കിലും ഇപ്പോൾ ഒരു സ്ത്രീ ആ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ ആരെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം കെട്ടിടം ഇപ്പോൾ ഒരു വശത്തേക്കൊരു വലിയ ചരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാളുകൾക്കൊന്നും അപകടം വരാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയുള്ള പരിശോധന അവിടെ തുടരുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനം വൈകി എന്ന രീതിയിൽ അവിടെ ആരോപണം ഉയർന്നിരുന്നു. അത് ഒരു രീതിയിൽ ശരി കൂടിയാണ്. കാരണം ആ സ്ത്രീ 2 മണിക്കൂറോളം ആ കെട്ടിടാവശിഷ്ടത്തിനുള്ളിൽ കുടുങ്ങിയ ശേഷമാണ് അവരെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അവിടെ സൗകര്യക്കുറവുണ്ട്. അകത്തേക്ക് ഹിറ്റാച്ചികളോ JCB ഒക്കെ കയറ്റുന്നതിനുള്ള സൗകര്യക്കുറവുണ്ട്. ആ പ്രദേശത്ത് നമുക്ക് കാണാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും ഒരു സ്ത്രീ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരുമായി ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. രാഷ്ട്രീയ വിവാദം കൂടിയാവുകയാണ് ഈ വിഷയം. സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണ് എന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷം. ജനപ്രതിനിധികളടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം അവിടെ കയറി പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കെട്ടിടം മുഴുവനായി ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ്.
ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, നേരത്തെ ഈ കൂട്ടിരിപ്പുകാരിയായ ഒരു സ്ത്രീയാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചതെന്ന് അറിയുന്നു. ഇതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ടോ? നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു ഈ ഒരു കോമ്പൗണ്ട് ഒരു വലിയ കോമ്പൗണ്ടാണ്, അതുകൊണ്ട് തന്നെ തങ്ങളുടെ അടുത്ത് നിന്നൊക്കെ മാറി എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയവരെ കുറിച്ച് ആശങ്കകളൊക്കെ ഉണ്ടാകും, രോഗികൾക്കടക്കം. അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ, ഇനിയും ആരെങ്കിലും കാണാതായെന്നോ മറ്റോ ഉള്ള റിപ്പോർട്ടുകൾ ഇതുവരെ ഇല്ലല്ലോ അല്ലേ? നിലവിലില്ല. നിലവിൽ ഈ ബിന്ദു എന്നയാളുടെ പേരാണ് ഉണ്ടായിരുന്നത്. ബിന്ദുവാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. 52 വയസ്സാണ്, തലയോലപ്പറമ്പ് സ്വദേശിനിക്ക് ആണ് ബിന്ദു. അവരാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അവരുടെ ശരീരം ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിച്ചതാണ്. അത്രയും ഗുരുതര സാഹചര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ അവരെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നടത്തിയ പരിശോധനയിലാണ് അവരുടെ മരണം ഫലത്തിലുണ്ടാകുകയും ചെയ്തത്. എന്തായാലും എടുത്തു കാണേണ്ട ഒരു കാര്യം, ഇതൊരു ഫലത്തിലൊരു ഒരു തരത്തിലുള്ള ഒരു അനാസ്ഥയുടെ ഇരയായി ബിന്ദു മാറുന്നു എന്നുള്ളതാണ്. തലയോലപ്പറമ്പ് സ്വദേശിനിയാണ് 52 വയസ്സുകാരിയായ ബിന്ദു. എന്തായാലും നിലവിൽ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിൽ നിലവിൽ ആരെങ്കിലും ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് ആരും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആദ്യ ഭാഗം എടുത്തപ്പോൾ അവിടെ നിന്നാണ് ബിന്ദുവിൻ്റെ ശരീരം കണ്ടെത്തിയത്. തുടർന്നാണ് ഇവരെ ഈ കാഷ്വാലിറ്റിയിലേക്ക് മാറുകയും അവിടെ നടത്തിയ പരിശോധനയിലാണ് അവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. അവരുടെ ശരീരത്തിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് കാണാൻ സാധിച്ചത്. നിലവിൽ എന്തായാലും ഇവിടെ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റി കൊണ്ടുപോകുന്ന ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ 3 ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. വലിയ രക്ഷാദൗത്യം നടക്കുന്നു. പ്രത്യേകിച്ച് രക്ഷാദൗത്യം സാധ്യമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇവിടേക്ക് ആ ഘട്ടത്തിലാണ് ഈ ഹിറ്റാച്ചി ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഇവിടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഉൾഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് പൈപ്പ് ലൈനുകളും മാൻഹോളുകളും അങ്ങനെ പലതും ഉള്ള സ്ഥലമാണ്. അവിടെ ആണ് ഈ ഹിറ്റാച്ചി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ആളുകളെയല്ല ക്ഷമിക്കണം, ഈ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന്. പക്ഷേ ആരുടെയും ആവശ്യം ഫലത്തിൽ നിലവിൽ ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ആളുകൾ നിന്നുകൊണ്ടല്ല പ്രവർത്തനം നടത്തുന്ന, ആളുകളെ കുറച്ചുകൂടി പുറകിലേക്ക് മാറ്റി നിർത്തുകയാണ്. കാരണം ഇത് മാറ്റുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ ഈ കെട്ടിട അവശിഷ്ടങ്ങൾ കൂടുതൽ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു അവസാനവട്ട പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമുണ്ട്. അവർ ഈ ഇടയ്ക്ക് ഈ ഇടിഞ്ഞു വീഴുന്ന കെട്ടിട ഭാഗങ്ങളൊക്കെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ച് മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം ഈ ഇരുമ്പ് കമ്പികളുണ്ട്. ആ കമ്പികൾ മുറിച്ച് മാറ്റിക്കൊണ്ട് പല ഭാഗങ്ങളായി അറുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ രക്ഷാദൗത്യം തുടരുകയാണ്. ഇതിനുള്ളിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും തുടർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അശ്വതി.